നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രസവരക്ഷയ്ക്ക് കൊടുക്കുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ. ലേഹ്യം ഇല്ലാണ്ട് മഴക്കാലം തുടങ്ങി എനിക്ക് എന്തെങ്കിലും ലേഹ്യം ഉണ്ടാക്കണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയം തുടങ്ങി ഞാൻ ഈ ലേഹ്യം ഉണ്ടാക്കാറുണ്ട്. ഇത് ഞാൻ മോളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവിടെ വന്ന് എൻ്റെ ഹോം നേഴ്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ. നല്ല ലേഹ്യമാണ്. ഈന്തപ്പഴവും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളും ഇട്ടിട്ടുള്ള ലേഹ്യമാണ്. ഒരുപാട് വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേരിന് ഒരു ലേഹ്യം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് കുട്ടിയെ പറ്റില്ല. ഇത് വീട്ടിലുണ്ടാക്കി കഴിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 500 ഗ്രാം ഈന്തപ്പഴം ഞാൻ അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് കൂരയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് രണ്ടാം പാലിൽ, അതായത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ള രണ്ടാം പാലിൽ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കണം. മനസ്സിലായോ? അതായത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ രണ്ടാം പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാളികേരത്തിന്റെ. അതിൽ നിന്ന് 1 ഗ്ലാസ് കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ ഈന്തപ്പഴവും മഞ്ഞളും കൂടെ വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ കുക്കറിലേക്ക് ഇടുക. 3/4 സ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർക്കണം. പക്ഷെ അത് ഇപ്പോഴല്ല ചേർക്കേണ്ടത്, മൂത്തൊരു പരിവാകുന്ന സമയത്താണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതിപ്പോ പച്ചമഞ്ഞളായതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് വേവിക്കാൻ ഇട്ടേക്കാണ്. ഇനി ഇതിലേക്ക് 1-ാം പാല് ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിക്കുക. കുറച്ച് പാല് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞ് കുറുകി വരുന്ന സമയത്ത് 2-ാം പാല് കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ കുറച്ച് പാലില് ഒരു 3 വിസില് പാകത്തിന് വെക്കുക. ഇത്രയേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി വെയിറ്റ് ഇട്ടിട്ട് 3 വിസില് വെക്കണേ. 3 വിസില് കഴിഞ്ഞിട്ട് ചൂടാറിയതിനു ശേഷം തുറക്കാം. 3 വിസില് വന്നു. നമ്മൾ ഓഫ് ചെയ്തു. ചൂടാറിയതിനു ശേഷം തുറന്നു കേട്ടോ. അതാ ഇനി നമുക്കിത് ചൂടാറണം. നന്നായിട്ട് ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈന്തപ്പഴം നന്നായിട്ട് അരച്ചെടുത്തു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ സ്പൂണ് വെച്ച് ഉടച്ചാൽ മതി. പക്ഷെ നമ്മൾ പച്ചമഞ്ഞൾ ചേർത്ത് വേവിച്ചുകൊണ്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് അരയാൻ വേണ്ടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ. കറക്റ്റ് വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. ലേഹ്യത്തിൽ വെള്ളമൊന്നും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഈ നെയ്യിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈന്തപ്പഴം മൂക്കാനായിട്ട്. ഒരുപാട് നെയ്യ് ഒഴിക്കണ്ട, ഞാൻ കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. നല്ല നെയ്യാണ്, നാടൻ നെയ്യ്. അപ്പം അത് ഒരു 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ പേസ്റ്റ്, നമ്മളുടെ ഈന്തപ്പഴത്തിൻ്റെ അരച്ച് വെച്ചത് ചേർക്കാം. ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർക്കുക. അതിപ്പോൾ കൈ കൊണ്ട് എടുക്കണം കേട്ടോ. സ്പൂൺ എടുത്താലും അത് കിട്ടില്ല, അത് കളയാനും പറ്റില്ലല്ലോ. നല്ലോണം വടിച്ചെടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നെയ്യില്. നെയ്യ് നല്ലപോലെ മൂത്തതിന് ശേഷം അതിലേക്ക് പേസ്റ്റൊക്കെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒക്കെ ഒന്ന് യോജിച്ച് ചേരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം കേട്ടോ. എപ്പോഴും ലേഹ്യം ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കരുത്. ഒക്കെ ഒന്ന് നന്നായിട്ടാവണം. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി സെറ്റ് ആകുമ്പോഴാണ് ശരിക്കും ലേഹ്യം ആവുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാൻ 2-ാം പാൽ ഒഴിക്കാൻ പോവുകയാണേ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. 2-ാം പാൽ നമ്മൾ ആദ്യം 2 ഗ്ലാസ് വെള്ളത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് വെള്ളം നമ്മൾ വേവിച്ചെടുത്തു. ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. പിരിയരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരിഞ്ഞും പോവരുത്, അടി പിടിക്കരുത്. ഇനി നമ്മൾ കയ്യെ നിർത്താണ്ട് ഉരുളിയും ചട്ടുകമായിട്ട് നിൽക്കണം ലേഹ്യം ഉണ്ടാക്കുമ്പോൾ. ഇതുപോലെയുള്ള ലേഹ്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ കുറേ പേർക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ്, അതുപോലെ തന്നെ മൗത്ത് പിഗ്മെന്റേഷൻ ഉണ്ടാവുക, ബ്ലഡ് കുറഞ്ഞിരിക്കുക, മുടി കൊഴിച്ചിൽ ഉണ്ടാവുക, ഇതൊക്കെ നമുക്ക്, പിന്നെ ക്ഷീണം ഉണ്ടാവും. ഇത് പ്രസവശേഷം മാത്രമല്ല കേട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. 5 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ രാവിലെയും വൈകുന്നേരം ഇല്ലെങ്കിൽ ഒരു നേരം കൊടുക്കുക. മേമ്പൊടിയായിട്ട് വേണം വെച്ച് കഴിഞ്ഞാൽ മീതെ ചൂട് പാല് കുടിക്കുക. കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ആയിട്ടുണ്ട് ഉണ്ടോ. നല്ലൊരു പരിവം, നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. നെയ്യിന്റെയും ഈന്തപ്പഴത്തിന്റെയും മഞ്ഞളിന്റെയും നമ്മൾ ഒഴിച്ച 2-ാം പാലിന്റെയും എല്ലാം ഒരു മണം വന്നു. ആ മണം വന്നു കഴിയുമ്പോൾ ശർക്കര, 200 ഗ്രാം ശർക്കരയാണ് 500 ഗ്രാം ഈന്തപ്പഴത്തിലേക്ക് ശരിക്കും എടുക്കേണ്ടത്. പക്ഷെ എനിക്ക് ഒരുപാട് മധുരം പറ്റില്ല, കാരണം ഈന്തപ്പഴത്തിന് ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പൊ ശർക്കര പാവ് കാച്ചിയത് ഒരു 100 ഗ്രാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ശർക്കര കറക്റ്റ് പാകമാവണേ, വല്ലാണ്ട് കട്ടിയാവരുത്, ഒരുപാട് ലൂസ് ആവരുത്. ഈ ഒരു പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കുറുകണ വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ ഇതും നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. ശർക്കരയ്ക്കായിട്ട് നന്നായിട്ട് ഉരുക്കി ചേർന്ന് കിടക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ശരീര പുഷ്ടി ഉണ്ടാവാനൊക്കെ ആയിട്ടാണ് നട്ട്സ് ആഡ് ചെയ്യണം. ഇതിങ്ങനെ ഇഷ്ടമില്ലാത്തൊരു നട്ട്സ് ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബയോട്ടിൻ പൗഡർ ഉള്ളതുകൊണ്ട് അതിലെല്ലാ സീഡ്സും നട്ട്സും വരുന്നതുകൊണ്ടാണ് കേട്ടോ അത് ആഡ് ചെയ്യണം. ഒരു 2 സ്പൂൺ ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം, കപ്പലണ്ടി, കാഷ്യൂനട്ട്, ബദാം ഇതെല്ലാം കൂടെ പൊടിച്ചത് ചേർക്കുക. ബദാം ഒരിക്കലും തൊലിയോട് കൂടി ഇടരുത്. ഇത് കപ്പലണ്ടിയാണ് കേട്ടോ, തൊലിയോട് കൂടി ഇടരുത്. സോക്ക് ചെയ്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ 50 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്, 50 ഗ്രാമും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ നട്ട്സിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും, അതുവരെ നമ്മളിത് നന്നായിട്ട് വരട്ടി എടുക്കണം. കുറച്ച് പണിയുണ്ട്, വരട്ട് തന്നെ. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കണം. 1-ാം പാല് 1 ഗ്ലാസ് പാല് 1 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ആദ്യം അടിച്ചെടുത്ത പാലാണ്. അതിപ്പോൾ ഈ നട്ട്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എണ്ണയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ചേർക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചേർക്കുക. ഇത് നന്നായിട്ട് കുറുകി വരണം. ഇത് കുറുകട്ടെ, നല്ലോണം കുറുകണം. ഈ സമയത്ത് ഒട്ടിപ്പിടിക്കൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോഴേ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും ഇത് എനിക്ക് കഴിക്കാൻ പറ്റുമോ, വയസ്സായവർക്ക് കഴിക്കാൻ പറ്റുമോ, കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുമോ, തൈറോയിഡിന് കഴിക്കാൻ പറ്റുമോ, ഡയബറ്റിക്സിന് കഴിക്കാൻ പറ്റുമോ. പണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും ഇല്ല. ഇപ്പോഴാണ് ഈ ആൾക്കാർക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നത്. പണ്ട് എത്രയോ പഞ്ചാര പായസം, എത്രയോ ശർക്കര പായസം, അമ്പലത്തിൽ പോയ സ്ഥിരം നമ്മളിതൊക്കെ കഴിക്കുക. അന്ന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും അറിയില്ല. ഇന്നിപ്പോൾ ഷുഗർ കഴിക്കാൻ പേടിയാണ്. ഷുഗർ ആവശ്യത്തിന് കഴിക്കുക. പണ്ട് പഞ്ചസാര എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഇന്ന് കിട്ടുന്ന പഞ്ചസാരയേ അല്ല. അപ്പൊ അത് കെമിക്കൽ ചേർത്തിട്ടൊക്കെയാണ് ക്രിസ്റ്റൽ വരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അതിനുള്ള ദോഷങ്ങളുണ്ടാവും. പക്ഷെ ലേഹ്യമൊക്കെ കഴിക്കുമ്പോൾ പേടിയില്ലാണ്ട് കഴിക്കുക. കുറച്ച് അളവിലല്ലേ കഴിക്കുള്ളൂ. കുറച്ച് മധുരം ചെന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ശർക്കര ചേർത്തിരിക്കണത്. ഈ ചക്കരയില്ലേ, ചക്കര ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് കേട്ടോ. പഞ്ചസാര ഉപയോഗിക്കരുത്. ഇത് കുറുകട്ടെ. നമുക്ക് ശരിക്കും ലേഹ്യഭാഗം പറയുമ്പോൾ നമ്മളിങ്ങനെ ഉരുളിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് വന്ന് കൂടണ സമയമില്ല, അത് പതുക്കെ ആവണം എന്ന് പറയും. പിന്നെ ഞാനിവിടെ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ പതുക്കെ 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 വീഴുന്ന ഒരു പരിവം. ഇങ്ങനെയൊക്കെയാണ് പലരും പല രീതിയിലാണ് പാകം നോക്കുക. ഞാനിങ്ങനെയൊക്കെയാണ് പാകം നോക്കുന്നത് കേട്ടോ. അതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനും കൂടുതൽ മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് കട്ടയായി പോകും. ഇത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവണ്ടേ. അപ്പം അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ നിർത്തുകയാണ്. നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ചുക്ക് പൊടിച്ചതും ജീരകം പൊടിച്ചതും ചേർക്കാം. രണ്ടും ഒരുമിച്ച് ചേർക്കാം. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ലേഹ്യത്തിൽ. ബാക്കിയുള്ളവരൊക്കെ ഇട്ട് കഴിക്കും. ജീരകം നല്ലതാണ് വയറിന്, പ്രത്യേകിച്ച് പ്രസവശേഷം അല്ലെങ്കിലൊക്കെ കഴിക്കുന്ന നല്ല തന്നെയാണ് ജീരകം. ചുക്ക് പൊടിച്ചതും ജീരകം പൊടിച്ചും കൂടെ ചേർക്കാം. ഒരു 5 ഗ്രാമൊക്കെ മാക്സിമം മതി. രണ്ടും കൂടെ 5 ഗ്രാം ചേർക്കുക. അതിനൊരു മണത്തിനും ദഹനത്തിനും പിന്നെ ഒന്ന് പ്രിസർവ് ചെയ്തിരിക്കാൻ, പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാനൊക്കെ ഡ്രൈ ജിഞ്ചർ നല്ലതാണ്. അപ്പം എല്ലാം ആയിക്കഴിഞ്ഞു. ഒത്തിരി പേര് ശതാവരി ലേഹ്യം റീസ്റ്റോക്ക് ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു തവണ ഓർഡർ എടുത്തപ്പോൾ നമുക്ക് അറ്റ് എ ടൈം വന്ന ഓർഡർ 500-ന് മേലെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വെയിറ്റ് എടുക്കാനൊന്നും പറ്റില്ല. സ്റ്റാഫിനെ വെച്ച് ചെയ്യിക്കാന്ന് വെച്ചാൽ എനിക്ക് അവർ മാത്രമായിട്ട് ചെയ്യുമ്പോഴും ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ലേഹ്യം ആയി കഴിയുമ്പോൾ ഇതിപ്പോൾ ഒരാൾക്കുള്ളത് കഴിക്കുന്നതിന് ഇത്രയും സമയം എടുത്തു. നമ്മൾ കുറച്ച് അധ്വാനമുണ്ട്. ഒരുപാട് പേർക്ക് ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് ഇളക്കാനൊക്കെ ഭയങ്കര പണിയാണ്. അപ്പം അതിനുള്ള ഫിസിക്കൽ കണ്ടീഷൻ എൻ്റെ ബോഡിക്ക് ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ലേഹ്യം ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ആയിക്കഴിഞ്ഞു. ബയോട്ടിൻ്റെ നട്ട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത നട്ട്സ് ഒന്നും ചേർക്കണ്ട. അല്ലാണ്ട് തന്നെ ആ പ്രോസസ്സ് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി അതേപോലെ കറക്റ്റ് പാകത്തിനായിട്ട് കേട്ടോ. നല്ല കണ്ടോ, കറക്റ്റ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്.
ഗ്യാസ് ഓഫ് ചെയ്തു. ചുക്കിൻ്റെ പൊടി ഒന്നും കൂടെ ആവട്ടെ. ചുക്കിൻ്റെ പൊടി അതിൻ്റെ മണം ഒന്ന് പോകണം, അല്ലെങ്കിൽ ഒരു കുത്തൽ നമുക്ക് ഫീൽ ചെയ്യും. ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. ലേഹ്യം നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ചൂടാറിയിട്ടില്ല മുഴുവനായിട്ട്, പക്ഷെ ഞാൻ എടുത്തു. ഇനി ഇത് നല്ലോണം ചൂടാറിയിട്ട് ചില്ലുകുപ്പിയിൽ അടച്ച് സൂക്ഷിക്കുക. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തോളൂ. പുറത്തായാലും ഇരിക്കും, പക്ഷെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പാകവും പരുവൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പൂപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാം, മുതിർന്നവർക്കൊക്കെ നല്ലതാണ്, എല്ലാവർക്കും കഴിക്കാം. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർ നിങ്ങൾ നോക്കിയും കണ്ടും കഴിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ശർക്കരയൊന്നും ഈന്തപ്പഴമൊന്നും അങ്ങനെ പറ്റുമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. കുറച്ചേ കഴിക്കണുള്ളൂ, കൈയിട്ടെടുക്കാൻ പറ്റില്ല. കൈയിട്ടെടുക്കരുത്, സ്പൂണിൽ നനവ് ഉണ്ടാവരുത്. ഇത് പണ്ടേ നമ്മളെ നമ്മുടെ അമ്മമാരൊക്കെ പഠിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കഴിച്ചാലും ശരിയാവില്ലല്ലോ. ചുക്കിൻ്റെയും നെയ്യിൻ്റെയും പിന്നെ ആവശ്യത്തിന് മധുരം ചേർത്തിട്ടുള്ളൂ. നല്ല സ്വാദുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും നല്ലതാണ്, ശരീരത്തിന് ക്ഷീണമുള്ളവർക്കൊക്കെ. താങ്ക് യു.